ഹായ്, പുതിയ വീഡിയോയിലേക്ക് സാർ ഇവിടെ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. ഹൈറിച്ചിന്റെ കേസിനെ കുറിച്ചാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കേസിനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ ഇവർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇവർക്കൊക്കെ ആൾക്കാർക്ക് ബുദ്ധി വന്നു. ലീഡർമാർ പറ്റിക്കുകയാണെന്ന് ഇവർക്ക് തന്നെ മനസ്സിലായി. ഇവർ തന്നെ ഇവരുടെ വാട്സപ്പ് പിന്നെ അഡ്മിൻ ഓൺലി ആയിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകൾ പൊട്ടിച്ചുകൊണ്ട് ഇവർ തന്നെ പുതിയ പുതിയ വാട്സപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങിയിരിക്കുന്നു. അതിൽ ഇവർ കേസിനെ കുറിച്ചും ഇവർ നഷ്ടപ്പെട്ട പൈസ എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നതിനെ കുറിച്ചുള്ള ചർച്ച തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഒരു 25 ലക്ഷത്തിൻ്റെ ഒരു കേസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് ഇന്നലെയായിരുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഒരു വലിയൊരു 1 കോടിക്കടുത്തുള്ള ഒരു കേസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്നാണത് രജിസ്റ്റർ ചെയ്ത് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ ഒരു 3 കേസ് അത് ഒരു പക്ഷേ നാളെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ള ആ ഒരു ഇതിലാണ്. CI എന്തോ ലീവോ അങ്ങനെ എന്തോ ആണ്. അതുപോലെ തന്നെ ഇന്ന് ഒരു റെസീറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു HROTTയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസ്. അത് 2 ദിവസത്തിനിടയ്ക്ക് രജിസ്റ്റർ ചെയ്ത് തരാം എന്നുള്ള വാക്കാണ് SHO കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ. ഞാൻ ഇതൊന്നും അറിയുന്നില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞത് മാത്രമല്ല. അപ്പോൾ ഇതിൻ്റെ പുറമെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. എന്നോട് അറിയിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ആൾക്കാർ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. വീണ്ടും പറയുന്നു, കേസ് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇത് ബഡ്സ് അതോറിറ്റിയുടെ കയ്യിൽ ഒതുങ്ങാത്തൊരു കേസാണ്. ബഡ്സ് അതോറിറ്റിയുടെ ആണെങ്കിൽ ബഡ്സ് അതോറിറ്റിക്ക് പരാതി കൊടുക്കുകയും അത് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർ അവിടെ അത് മതിയായിരിക്കും. പക്ഷേങ്കിൽ ഇത് EDയുടെ ഒരു പരിശോധന കൂടി നടത്തേണ്ട ഒരു കേസായി വന്നിരിക്കുകയാണ്. ED ആണ് ഇപ്പോൾ ഇവരുടെ അക്കൗണ്ടുകളൊക്കെ പെർമനൻ്റ്ലി ഫ്രീസ് ചെയ്തിരിക്കുന്നത് ED ആണ്. ഇനി EDയുടെ ട്രിബ്യൂണലിലേക്ക് ഈ കേസ് വരും. 45 ദിവസമാണ് ഇവർക്ക് അതിനുള്ള അവസരം എന്ന് പറയുന്നത്. 45 ദിവസമാണ്. 45 ദിവസത്തിനിടയ്ക്ക് ഇവർ അപ്പീലൊന്നും പോയില്ലെങ്കിൽ, അവിടെ ട്രിബ്യൂണലിലേക്ക് പോയില്ലെങ്കിൽ ഇവരുടെ സ്വത്തുക്കളെല്ലാം തന്നെ ഗവൺമെൻറ് പബ്ലിക് അക്കൗണ്ടിലേക്ക് മാറ്റുന്നതായിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ. അപ്പോൾ ആ പബ്ലിക് അക്കൗണ്ടിൽ നിന്ന് ഇവരുടെ ആർക്കാണോ FIR ഉള്ളത് ഇവരുടെ അപേക്ഷയിലെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് പണം റിലീസ് ചെയ്ത് തരുന്നതായിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ സാധാരണയുള്ള നടപടിക്രമങ്ങൾ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബഡ്സിൻ്റെ കേസുകളും അവസാന ഘട്ടത്തിൽ ആണ്. ഇനിയിപ്പോൾ പെർമനൻറ്റ് ഫ്രീസിംഗ് ആണ് വരാനുള്ളത്. പെർമനൻറ്റ് ഫ്രീസിംഗ് എന്തായാലും സ്വാഭാവികമായിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഇവർ ഹൈക്കോടതിയിൽ പോകുമായിരിക്കും. ഹൈക്കോടതിയിൽ നിന്ന് മറിച്ചൊരു ഉത്തരവ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. സമയബന്ധിതമായിട്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ കേസ് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ വാദങ്ങൾക്ക് ഫലമുണ്ടാവൂ, അതിനൊരു പ്രയോജനം ഉണ്ടാവുള്ളൂ എന്നാണ് പറയാനുള്ളത്. നിങ്ങൾ കേസിന് പോകണ്ട എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പോൾ മറ്റ് കമ്പനികൾ തേടി പോയിരിക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വലിയ വലിയ ലീഡർമാരൊക്കെ വിട്ടിട്ട് ചൊട്ട ലീഡർമാരാണ് ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വന്നിട്ട് ഇങ്ങനെ തിളക്കുന്നത്. അവർ പറയുന്നത് നമുക്ക് പണം കിട്ടിയിട്ടുണ്ടായിരുന്നു, പൂട്ടുന്നവരെ പണം കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ്. എങ്ങനെയാണ് പണം കിട്ടിയിരിക്കുന്നത് എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ലാത്ത ആൾക്കാരാണ് അവർ. അവരെ പിരിച്ചു കൊടുക്കുന്ന പണമാണ് അവർക്ക് വീതിച്ചു കൊടുക്കുന്നത്. 1 രൂപ ഏതെങ്കിലും ഒരു വിധത്തിൽ കമ്പനി ലാഭം ഉണ്ടാക്കിയിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 1 രൂപ പോലും കമ്പനിക്ക് ലാഭം ഉണ്ടാക്കിയിട്ടില്ല എന്നാണ്. നഷ്ടത്തിലായിരുന്നു, കണക്കുകൾ പ്രകാരം നഷ്ടത്തിലായിരുന്നു കമ്പനി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയവർ എല്ലാവരും തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ലക്ഷക്കണക്കിന് ഞാൻ ഒരിക്കലും പറയാൻ പാടില്ല. വെറും 37,000 ആൾക്കാർ മാത്രമേ ഈ കമ്പനിയിലുള്ളൂ. ആയിരക്കണക്കിന് ആൾക്കാരുടെ പണം എടുത്തിട്ടാണ് ഇവർ കോടിപതികളായത് എന്ന് മനസ്സിലാക്കുക. ഇപ്പോഴും 1,80,00,000 ആൾക്കാരുടെ കമ്പനിയാണ് എന്നൊക്കെ പറയുന്നവരോട് പരമ പുച്ഛം മാത്രമേ ഉള്ളൂ. ദയവ് ചെയ്ത് നിങ്ങൾ അത് പറയരുത്. ആരും തന്നെ അത് വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇവർ പറയുന്നത് 10,000 കണക്കിന് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാലും ചില ആൾക്കാർ 1,80,00,000 എന്ന് വെറും പച്ചക്കള്ളങ്ങൾ മാത്രം വിളിച്ചു പറയുകയാണ്. കഷ്ടം എന്ന് മാത്രമേ അവരോടൊക്കെ പറയാനുള്ളൂ. ബൈ.